അതല വിതല നിതല സുതല തലാതല മഹാതല രസാതല പാതാള ബുർഭുവസ്യവർജുന സത്യപാത ഈരേഴ് 14 ലോകങ്ങൾക്കും നാഥ. ശബ്ദസ്പർശരൂപരസഗന്ധാദി സ്വരൂപിയായിരിക്കുന്ന ശ്രീ മുച്ചിലോട്ട് ഭഗവതിയുടെ കാരുണ്യ കടാക്ഷത്തിന്റെ കനകക്കതിരുകൾ ആത്മപ്രകാശത്തിന്റെ നിത്യജ്യോതിസായി എല്ലാ ഭക്തജനങ്ങളിലും വിളങ്ങിയിടുമാറാകട്ടെ. എങ്ങനെയാണ് ഇത്രയധികം ജനങ്ങളെ സ്വാധീനിക്കാൻ മാത്രം വളർന്നത് എന്നത് എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്നത് ചോദ്യമാണ്. ഇവിടെ കെട്ടിയാടുന്ന എല്ലാ ഭഗവതിമാരും, എല്ലാ സ്ത്രീ ദൈവങ്ങളെ, എല്ലാ അമ്മ ദൈവങ്ങളെയും കെട്ടിയാടുന്നത് പുരുഷന്. എന്നാൽ സ്ത്രീ കെട്ടിയാടുന്ന ഒരേ ഒരു തെയ്യമുണ്ട് ഉത്തരകേരളത്തിൽ. എൻ്റെ ശബ്ദം അതുപോലെ എനിക്ക് മുമ്പേ എൻ്റെ ശബ്ദം കടൽ കടന്നു. ഇപ്പോൾ 17 രാഷ്ട്രങ്ങളിൽ എൻ്റെ ശബ്ദം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി അനൗൺസ് ചെയ്യാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന നേതാവ് മത്സരിക്കുന്നുണ്ടോ? ഉണ്ട്. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരാൾ എൻ്റെ വീട്ടിൽ എന്നോടൊപ്പം ചിത്രത്തിലുണ്ട്, പന്നിൻ്റെ വീട്. പക്ഷെ ആ ഒരു സ്ഥാനാർത്ഥിത്വം തെറ്റായി പോയില്ല. ഞങ്ങൾ വളരെ ആസൂത്രിതമാണ് എന്ന് പറയുമ്പോഴും ഓരോ സ്ഥലത്തും എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ, അതായത് ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് പോകുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ മത്സരിക്കേണ്ടി വരുന്നത്. ഞങ്ങളാണ് കോൺഗ്രസ് കണ്ടുപിടിച്ചത്, ഞങ്ങളാണ് കമ്മ്യൂണിസം കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞിട്ട് ഞെളിഞ്ഞ് നടക്കുന്ന നേതാക്കന്മാർ അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. പ്രതികരിക്കാതെ ഇങ്ങനെ സഹിച്ച് പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ് ഈ നേതാക്കന്മാർക്ക് ഇന്ന് ആളാവാൻ കഴിയുന്നത് എന്നുള്ള ബോധമെങ്കിലും അവർക്ക് ഉണ്ടാവും. AKG ഒന്ന് ചൂണ്ടിയാൽ അവിടെ ഇരുന്ന് പോകും. കാരണം ഈ ചൂണ്ടുവിരലിന് ആധികാരികതയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതവും നമുക്ക് വേണ്ടിയിട്ടാണെന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് കൊടിവെച്ച കാറിൽ ഇങ്ങനെ പറന്നു പോയിട്ട് AC വിട്ട് വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുന്നവന് അവനാടന്ന് ഇരിക്കട പറഞ്ഞാൽ പോയി പണി നോക്കി പറഞ്ഞു പോവും. ഉത്തര മലബാറിൽ ഇത് തെയ്യക്കാലമാണ്. ഒപ്പം വേനലിൻ്റെ ചൂടും ഇലക്ഷൻ്റെ ചൂടും മുറുകി വരുന്നു. ഈ ചൂടിലൊക്കെ തിരക്ക് പിടിച്ച ഒരാളുണ്ട്, കരുവള്ളൂർ രാജൻ ചേട്ടൻ, ശബ്ദ കലാകാരൻ, ശബ്ദ മാന്ത്രികൻ. നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് കരുവള്ളൂർ രാജൻ ചേട്ടനാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. തിരക്ക് പിടിച്ചൊരു ദിവസമാണ് രാവിലെ നമ്മളിരിക്കുന്നത്. തിരക്ക് പിടിച്ച ദിവസമാണ്. തെയ്യം ഒപ്പം ഇലക്ഷൻ രണ്ടിലും മലബാറുകാർക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത പേരാണ് കരുവള്ളൂർ രാജൻ. ഇലക്ഷൻ കൊഴുക്കണമെങ്കിലും തെയ്യം അതിൻ്റെ പൂർണ്ണതയിലെത്തണമെങ്കിലും അങ്ങയുടെ ശബ്ദം വേണ്ടുന്നൊരു സാഹചര്യമുണ്ട്. ഒരു തെയ്യക്കാലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എങ്ങനെയാണ് മലബാറിൻ്റെ ഞങ്ങളൊക്കെ തെക്കൻ ജില്ലക്കാരാണ്, ഞങ്ങൾക്ക് ഈ തെയ്യത്തിൻ്റെ രീതികളോ കാര്യങ്ങളോ ഒന്നും വലിയ ബോധ്യമില്ല. ഒന്ന് തെയ്യത്തെക്കുറിച്ച്, മലബാറിന് എന്താണ് തെയ്യം ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. തീർച്ചയായും തെയ്യങ്ങളെക്കുറിച്ച് പറയുന്നതിൽ ഏറെ സന്തോഷമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. കാരണം എൻ്റെ ജീവിതം തന്നെ തെയ്യങ്ങളും ഉത്സവങ്ങളും കളിയാട്ടങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിനിടയിൽ 5 കൊല്ലത്തിനിടയിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളും ജീവിതോപാധിയായി മാറുന്നുണ്ട്. ഉത്തര കേരളത്തിൽ തെയ്യങ്ങൾ ചെലുത്തുന്നൊരു സ്വാധീനം അത് ആർക്കും അവഗണിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ലോകത്തിൽ തന്നെ കെട്ടിയാടിക്കപ്പെടുന്ന തെയ്യങ്ങളുള്ള 2 സ്ഥലങ്ങളാണ്. ഒന്ന് ദക്ഷിണാഫ്രിക്കയും ഒന്ന് ഉത്തര കേരളവും. ദക്ഷിണാഫ്രിക്കയിൽ കോലങ്ങളുടെ സൗന്ദര്യമൊന്നുമില്ലാതെ ഇങ്ങനെ തുള്ളുന്ന കോലങ്ങളാണ്. പക്ഷേ ഇത്രയധികം സൗന്ദര്യ തികവുള്ള തെയ്യങ്ങൾ ഉറഞ്ഞാടുന്ന, വിശ്വാസത്തിലധിഷ്ഠിതമായ, ആചാരാനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ തെയ്യങ്ങൾ ഉറഞ്ഞാടുന്നൊരു മണ്ണ് ഉത്തര കേരളത്തിൽ മാത്രമാണ്. അത് നമ്മുടെ മലയാള മാസം തുലാമാസം 10-ാം തീയതി, തുലാപ്പത്ത്, പത്താത അടിയന്തരം എന്ന് പറയും. അന്ന് ചെണ്ടപ്പെരുക്കം തുടങ്ങും. ഏതാണ്ട് നീലേശ്വരം മന്നമ്പുറത്തുകാവിലെ കലശത്തോടു കൂടിയാണ് തെയ്യത്തിൻ്റെ തിരുമുടി താഴൽ. ഇപ്പം അതിന് ചെറിയ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് തെയ്യത്തിൻ്റെ ആടിക്കലിലും ചെറിയ എങ്കിലും നമ്മുടെ ഉത്തര കേരളത്തിൻ്റെ വിശ്വാസധാരയിൽ എന്നും ഒരു സാന്ത്വന വർഷമായി തെയ്യങ്ങൾ നിലനിൽക്കുന്നത്. അതിൻ്റെ കാരണം ഇപ്പോൾ നമുക്കൊരു പ്രശ്നങ്ങൾ വന്നാൽ, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ തെയ്യത്തോട് പറയും. തെയ്യത്തിന് തൊഴുത് എന്തെങ്കിലും ഉണ്ടോ, എൻ്റെ സങ്കടക്കൂറുണ്ടോ എൻ്റെ പൈതങ്ങൾക്ക് എന്ന് തെയ്യം ചോദിക്കുമ്പോൾ ഉണ്ട്, എൻ്റെ മോനിങ്ങനെ പട്ടാളത്തിലാണുള്ളത്, അവിടെ യുദ്ധമുണ്ടോ, എൻ്റെ മോനെ ഒന്ന് കാത്തോളണം. അപ്പോൾ തെയ്യം ഒന്ന് പറഞ്ഞ് ആടി വന്ന് പറയും, തള്ളക്കുഴി തൻ്റെ ചിറകിനടിയിലെന്ന പോലെ നിൻ്റെ മോനെ ഞാൻ കാത്തുരക്ഷിച്ചോളാം. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയോ ഒന്നും പറഞ്ഞാൽ ആ സ്ത്രീക്ക്, ആ പെണ്ണുങ്ങൾക്ക് വിശ്വാസമാവില്ല. പക്ഷെ തെയ്യം വാക്ക് തന്നിരിക്കുന്നു, എനിക്ക് എൻ്റെ മോനൊന്നും പറ്റില്ല എന്നുള്ളൊരു വിശ്വാസം. തീർച്ചയായും ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഈ മകൻ യുദ്ധഭൂമിയിൽ നിന്ന് നാട്ടിലെത്തുമ്പോൾ ഈ അമ്മക്കുണ്ടാവുന്ന ആഹ്ലാദം, കാരണം ഇവൻ വന്നത്
എൻ്റെ തെയ്യമാണ് ഇവനെ സംരക്ഷിച്ച് നിർത്തിയത് എന്നാണ്. ഇതാണ് തെയ്യം തരുന്നൊരു ശരിക്കും ഒരു സംരക്ഷണ ബോധം. അത്രത്തോളം അത് എല്ലാ വിപ്ലവ ചിന്തകൾക്കും ഉപരിയായി ഉത്തര കേരളത്തെ ഇന്നും സ്വാധീനിച്ചു കൂടി. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ലൈവ് പോകുന്നത് മടിക്കൈയാണ്. മടിക്കൈ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിപ്ലവ ഭൂമികളിൽ ഒന്നാണ്. കയ്യൂര് പോലെ വിപ്ലവ ഭൂമികളിൽ ഒന്നാണ്. ആ വിപ്ലവ ഭൂമിയിലാണ് ഇന്ന് ഒരു തെയ്യം നടക്കുന്നത്. അത് ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നു. എല്ലാവരും വിപ്ലവകാരികളാണ്, കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷേ തെയ്യത്തിൻ്റെ കാര്യത്തുമ്പോൾ എല്ലാവരും അവിടെ ഒത്തുചേരുകയും ചെയ്യും. അതാണ് ഇത് രണ്ടും കൂടി സമരസപ്പെട്ട് പോകുന്നു എന്നുള്ളതാണ് ഉത്തര കേരളത്തിൽ. അത് എൻ്റെ ഒരു ചോദ്യമായിരുന്നു. കാര്യം ഞങ്ങളുടെയൊക്കെ നാടുകളിലായാലും കേട്ടിട്ടുള്ളത് കണ്ണൂരിൻ്റെ മണ്ണിലെ സഖാക്കന്മാർ ദൈവവിശ്വാസികളല്ലാത്ത അവിശ്വാസികളായ സഖാക്കന്മാരെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ കണ്ണൂരിൽ വന്ന് കാണുമ്പോൾ ഈ തെയ്യത്തിൻ്റെ കാര്യത്തിലും മുത്തപ്പൻ്റെ കാര്യത്തിലും ഒക്കെ ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാവരും അതിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ആളുകൾ. അത് തെക്കൻ കേരളത്തിൻ്റെ ഒരു തെറ്റായ ചിന്തയാണ്. ഈ കണ്ണൂർ ജില്ലയിലുള്ളവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ അവിശ്വാസികളാണ്. വിശ്വാസമല്ലേ മനുഷ്യൻ്റെ മഹാശക്തി. കമ്മ്യൂണിസ്റ്റുകാരെല്ലാം അവിശ്വാസികളാണെന്ന് പറയലാരാ? കാരണം ഒരുവൻ്റെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ അതേപടി സംരക്ഷിക്കാനും നിലനിർത്താനും പോരാടുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് CPM-ന്റെ മുൻനിരയിൽ നിൽക്കുന്ന പ്രവർത്തകരുണ്ട്, ക്ഷേത്രത്തിൽ പോകാത്തവരുണ്ട്. അത് അവരുടെ, പക്ഷേ അവർക്ക് അവരിൽ വിശ്വാസം ഉണ്ടാവും. വിശ്വാസം എങ്ങനെയാണ് എന്നുള്ളത്. കാരണം ഈ ദൈവങ്ങൾ എന്ന് പറയുന്നത് ആരാ? നമ്മൾ തന്നെയാണ്. ശ്രീനാരായണ ഗുരു അവിടെ പ്രതിഷ്ഠിച്ചത് കണ്ണാടിയാണ്. കണ്ണാടി നോക്കുമ്പോഴാരാ കാണുക? ദൈവത്തെ കാണാൻ പറഞ്ഞത് കണ്ണാടി നോക്കാൻ. അതേപോലെ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ക്ഷേത്രത്തിൽ നിൻ്റെ ശരീരം തന്നെയാണ് അർജുന ക്ഷേത്രം. അപ്പം നീ ആരാ? ക്ഷേത്രത്തിലെ ദൈവമാണ്. അപ്പോൾ ഈ ദൈവം നമ്മളിൽ തന്നെയാണ്. ചെകുത്താനും നമ്മളിലുള്ള കണ്ണൂരിൻ്റെ മണ്ണ് രൗദ്രമാവുന്നത് എന്തുകൊണ്ടാണ്? ഈ വിശ്വാസധാര ഇങ്ങനെ മുറുകി നിൽക്കുന്നതുകൊണ്ടാണ്. പലപ്പോഴും കണ്ണൂരിനെ കുറിച്ച് ഇങ്ങനെ അപവാദമില്ല, ഈ വിശ്വാസികളല്ല എന്നുള്ള അപവാദം ഇല്ലതുപോലെ തന്നെ കണ്ണൂർ കലാപഭൂമിയാണ്, കണ്ണീരുണങ്ങാത്ത മണ്ണാണ് എന്നൊക്കെ ഇല്ലേ. അത് ഈ വിശ്വാസത്തിൻ്റെ ഇതിൽ വരുന്നതാണ്. കാരണം എൻ്റെ വിശ്വാസം അതാണ് ശരി, അതിൽ അടിയുറച്ച് നിൽക്കുന്നു. അതായത് വിശ്വസിക്കുന്നത് പ്രസ്ഥാനമായാലും അത് അതിനുവേണ്ടി അത് ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിലെല്ലാം ശരിക്ക് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ കെട്ടുകെട്ടിക്കാൻ വേണ്ടി ചെറ്റുമേ പതറിയിടാത്ത ഹൃദന്തവുമായി പോരാടിയ ധീരദേശാഭിമാനികളുടെ മണ്ണ് തന്നെയാണ് ഉത്തര കേരളം. അതായത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് കരിവള്ളൂർ. കരിവള്ളൂരിലെ 2 സഖാക്കളാണ് വീരമൃത്യു വരിച്ചത്. കയ്യൂരിലെ 4 സഖാക്കളാണ് തൂക്കുകയറേറ്റ് വാങ്ങിയത്. ഒക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? അവനവന് വേണ്ടിയല്ലല്ലോ, വരും തലമുറക്ക് സുഖസമൃദ്ധമായൊരു ജീവിതം പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആ വിശ്വാസത്തെ നിലനിർത്താൻ വേണ്ടി അവൻ പോരാടും. അതിനിടയിൽ സംഭവിക്കുന്നതാണ്. അല്ലാണ്ട് കണ്ണൂരുകാരൊക്കെ കാണുമ്പോൾ കത്തി എടുത്ത് നടക്കുന്നവരാണെന്നുള്ള പ്രചരണം തെക്കൻ കേരളത്തിലുണ്ട്. അത് തെറ്റാണ്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2 വർഷമായി സ്ഥിരമായി മാസത്തിൽ 2 തവണയെങ്കിലും കണ്ണൂർ വന്നു പോകുന്നുണ്ട്. കേട്ടറിഞ്ഞ കണ്ണൂരല്ല, എനിക്കിവിടെ കണ്ടറിയാൻ പറ്റും. അതാണ്, കണ്ടറിയണം, അനുഭവിച്ചറിയണം. സ്നേഹമുള്ള നല്ല നഗരങ്ങളിൽ പോലും ഇപ്പോഴും പഴയ ഗ്രാമത്തിന്റെ വിശുദ്ധി സൂക്ഷിക്കുന്ന ഒരു നാട്. ഈ പറയപ്പെടുന്ന കലാപമോ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ഇവിടുത്തെ ചോദിച്ചിട്ടുണ്ട്, ഈ ബോംബ് ഉണ്ടാക്കുന്ന സ്ഥലം എവിടെയാണ്? കണ്ണൂരുകാരെന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയാം, അവരെ എല്ലാ വിരളും ഉണ്ടോ എന്ന് നോക്കണം എന്ന് പറയാം. അങ്ങനെ ഒരു ചിത്രം കണ്ണൂരിനെ പറ്റിയുണ്ട്, അല്ലെങ്കിൽ ഉത്തര മലബാറിനെ പറ്റിയുണ്ട്. എന്തായാലും തിരിച്ച് തെയ്യക്കോലങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഈ കളിയാട്ടക്കാലം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ തെയ്യത്തിൻ്റെ ഒരു കാലഘട്ടം ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ്? ഒരു നവംബറിൽ തുടങ്ങും. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെ പോകും. മെയ് ഒരു പകുതിയോടുകൂടി കളിയാട്ടക്കാലം അവസാനിക്കും. എനിക്ക് തോന്നുന്നു അങ്ങയുടെ മുച്ചിലോട്ട് ഭഗവതിയെ കുറിച്ചുള്ള ഒരു നരേഷൻ അത് കേട്ടിട്ട് മുന്നോട്ട് പോകാമെന്ന് തോന്നുന്നു. തീർച്ചയായും അതിൻ്റെ ഒരു വിഷ്വൽ ഞാൻ നമ്മുടെ നവകേരള ന്യൂസിൽ ഇട്ട സമയത്ത് ഭയങ്കരമായ ഭീകരമായ അത് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞു. അത് എനിക്ക് ഒരുപാട് പേര് എനിക്ക് തന്നെ അത് അയച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായും മുച്ചിലോട്ട് ഭഗവതി എന്ന് പറയുന്നത് ഉത്തര കേരളത്തിലെ തെയ്യം കലയുടെ കുലപതി എന്നറിയപ്പെടുന്നത് മണക്കാടൻ ഗുരുക്കളാണ്. നമ്മളിപ്പോൾ നമ്മൾ വണ്ടിയിൽ സഞ്ചരിച്ച് വന്നത് ഈ മണക്കാടൻ ഗുരുക്കളുടെ സമാധി സ്ഥലത്തൂടെയാണ്. അവിടെ കാണാം നമുക്ക്. അപ്പോൾ ഈ 140 തെയ്യക്കോലങ്ങളെ തോറ്റിച്ചമച്ച മണക്കാടൻ ഗുരുക്കൾ സൃഷ്ടിച്ച തെയ്യങ്ങളിൽ ഏറ്റവും സൗന്ദര്യ തികവാർന്ന തെയ്യമാണ് മുച്ചിലോട്ട് ഭഗവതി. അത് ഓരോ തെയ്യക്കഥകളിലും ഇങ്ങനെ കുറേ ആത്മപീഡയുടെ, അവഗണനയുടെ,
അടിച്ചമർത്തലിൻ്റെ കഥകളുണ്ടാവും. ഓരോ തെയ്യത്തിൻ്റെ പിന്നിലും ഉണ്ടാവും. അത് അത് അധികാരി വർഗത്തിൻ്റെ ഗർവിനെതിരെ പോരാടിയവരെ അവരൊക്കെയാണ് തെയ്യമായി വരുന്നത്. അത് മുച്ചിലോട്ട് ഭഗവതി എന്ന് പറയുന്നത് ഒരു ഇല്ലത്തിൻ്റെ അകത്തളത്തിൽ ജനിച്ചൊരു അന്തണകന്യക എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ബാലികയാണ്. അപ്പോൾ ഈ ബാലിക വളരെ ചെറുപ്പത്തിൽ തന്നെ എല്ലാ അറിവുകളും ഇങ്ങനെ സ്വായത്തമാക്കി. അപ്പോൾ ഈ കുറച്ച് പഠിച്ച പണ്ഡിതന്മാരില്ലേ, അവരോടൊക്കെ തർക്കിക്കുമ്പോൾ ആർക്കും ഈ കുട്ടിയെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവളിങ്ങനെ വളർന്നാൽ നമ്മുടെ പാണ്ഡിത്യ ഗർവിന് നേരെയുള്ള ഒരു ശരമായി മാറും എന്ന് കണ്ടവൾ ഒരു കണിയൊരുക്കിയിട്ട് ഇവളോട് ചോദിക്കുകയാണ്, രസത്തിൽ വലിയ രസം ഏതാണ്? അപ്പോൾ അറിയാതെ പറഞ്ഞു പോയി, കാമരസം. അതുപോലെ വേദനയിൽ വെച്ച് ഏറ്റവും വലിയ വേദന പ്രസവ വേദന. അപ്പോൾ അവർ പറഞ്ഞു, ഇത് രണ്ടും അനുഭവിക്കാതെ പറയാൻ കഴിയില്ല. ഇവൾ പിഴച്ചു പോയവളാണ്, പടിയടച്ച് പിണ്ടം വെക്കുക. അപ്പോൾ ആ പെൺകുട്ടി അഗ്നിയിൽ സ്ഫുടം ചെയ്തു, അഗ്നി ഉണ്ടാക്കിയിട്ട് അതിൽ ആത്മാഹുതി ചെയ്തു. ആ ചൈതന്യമാണ് ഈ ദേവതയായിട്ട് ഉയർന്നു വന്നത്. അപ്പോൾ അത് കരിവള്ളൂരുമായി ബന്ധപ്പെട്ട് ആ കരിവള്ളൂരിലെ ഒരു പടനായർക്ക്, മുച്ചിലകോടൻ പടനായർക്ക്, വാണിയ സമുദായമാണ്. വാണിയ സമുദായത്തിലൊരു പടനായർക്ക് ദർശനം കിട്ടി. അത് കരിമ്പനയിൽ പന ഇങ്ങനെ വിറച്ചിട്ട് ഇപ്പം നമ്മൾ പ്രശ്നം വെക്കും. പിറ്റേന്ന് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ നോക്കുമ്പോൾ കിണറിലൊരു ദൈവരൂപം കണ്ടു. അങ്ങനെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ പറഞ്ഞു, ഞാൻ മുച്ചിലോട്ട് ഭഗവതിയാണ്. അത് മുച്ചിലോട്ട് ഭഗവതിയല്ല, ഞാനിങ്ങനെ തെയ്യമായി വന്നതാണ്. അപ്പം എന്നെ പള്ളിയറ കെട്ടിയിട്ട് പരിപാലിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഐശ്വര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ പനക്കാച്ചേരി നമ്പി പള്ളിയറ കെട്ടി പരിപാലിച്ച് വന്ന ദേവിയാണ് മുച്ചിലോടൻ ഈ പള്ളിയറ കെട്ടിയിട്ട് പരിപാലിച്ച് വന്ന ദേവിയാണ്. അപ്പോൾ വർഷാവർഷം തെയ്യം ഈ മുച്ചിലോട്ട് ഭഗവതിനെ കെട്ടിയാടിക്കുന്ന മുച്ചിലോട്ടുകളുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 200-ലധികം മുച്ചിലോട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വടക്ക് പെരുതണ മുതൽ കോഴിക്കോട് വരെ മുച്ചിലോട്ടുകളുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ഒരു മുച്ചിലോട്ട് ഭഗവതി ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ആണ്ടോടാണ്ട് കെട്ടിയാടിക്കും, എല്ലാ വർഷവും മുച്ചിലോട്ട് പോയി. ചില സ്ഥലത്ത് പെരുങ്കളിയാട്ടമാകും, അത് 12 വർഷത്തിൽ ഒരിക്കൽ നടത്താം. ചിലപ്പോൾ അവരുടെ മുച്ചിലോട്ടിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചിലപ്പോൾ 15-20 വർഷമൊക്കെ ആവാം. ഇപ്പോൾ ഇതിനിടയിൽ ഒന്ന് ചന്തേര കഴിഞ്ഞത് 22 വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടായി. ഈ മുച്ചിലോട്ട് ഭഗവതിക്കൊപ്പം തന്നെ ഈ മറ്റ് ദേവതകളുണ്ട്, ഇവരുടെ സഖിമാരായിട്ടുള്ള ദേവതകളുണ്ട്. കണ്ണങ്ങാട്ട് ഭഗവതിയുണ്ട്, പുലിയൂര് കാളിയുണ്ട്, നരമ്പിൽ ഭഗവതിയുണ്ട്, അങ്ങനെ ഒട്ടേറെ വിഷ്ണുമൂർത്തിയുണ്ട്, അങ്ങനെ കുറേ തെയ്യങ്ങളുണ്ട്. ഈ തെയ്യങ്ങളൊക്കെ സമ്മേളിക്കുന്നൊരു വേദിയാണ് പെരുങ്കളിയാട്ട വേദി. മുച്ചിലോട്ട് ഭഗവതി എന്ന് പറയുന്നത് നമ്മുടെ കാളി മാതാവായ രയരമംഗലത്ത് ഭഗവതി എന്നൊരു ഭഗവതിയുണ്ട്. നമുക്ക് ഇവിടുന്ന് കുറച്ച് പോയാൽ കരിവള്ളൂരിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ പിലിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ വാൽക്കണ്ണാടി പ്രതീക്ഷയിലൂടെയാണ് ഈ ഭഗവതി വന്നിരുന്നത്. കാളിയുടെ മാതാവാണ്. കാളി മാതാവായ രയരമംഗലത്ത് ഭഗവതി തൻ്റെ 6000-ൻ്റെയും 100,000-ൻ്റെയും 18,000-ൻ്റെയും ഏറും വാറും കൊട്ടും കോലും ഓലയും നാരായവും കങ്ങാണിയുമെല്ലാം വിശ്വസിച്ചേൽപ്പിച്ച പരദേവത എന്നാണ് പറയുന്നത് ഈ മുച്ചിലോട്ട് ഭഗവതിയെക്കുറിച്ച്. മുച്ചിലോട്ട് ഭഗവതി കെട്ടിയാടിക്കുന്ന സമയത്ത് അവിടെ എല്ലാ മുച്ചിലോട്ടും ഒരു കൈലാസക്കല്ലുണ്ടാവും. കൈലാസക്കല്ലിൻ്റെ അടുക്കുന്നതാണ് തിരുമുടി ഉയരുക. ഈ ശിവപുത്രിയാണ്, ശിവചൈതന്യമാണ് ഈ മുച്ചിലോട്ട് ഭഗവതിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അറിഞ്ഞു വിളിച്ചാൽ അത് ഈ തമ്പുരാട്ടി അമ്മ എന്നാണ് വിളിക്കുക. വാണിയ കുലജാതൻ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പിറന്ന കുലമാണ് വാണിയകുലം. വാണിയകുലത്തിൻ്റെ സംരക്ഷകയാണ്, പരദേവതയാണ്. അവർക്ക് മറ്റൊന്നുമില്ല. പെറ്റമ്മ കഴിഞ്ഞാൽ പോറ്റമ്മ ഈ തമ്പുരാട്ടി അമ്മയാണ്. അപ്പോൾ ശരിക്കും ഞാനന്ന് ചെയ്തത്, എനിക്ക് പെട്ടെന്ന് ഞാനൊരു കരുവള്ളൂക്കാരനായതുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിൻ്റെ 5ാം വാർഷികത്തിന് നവംബർ 1 ഓർക്കുന്ന ഞാൻ. അന്ന് എന്നോട് പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് ചെയ്യണമെന്ന് ബാക്കെന്ന് പറയുമ്പോൾ എനിക്ക് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. കാരണം ഒരു കരുവള്ളൂരുകാരനായതുകൊണ്ട്, ആദ്യ മുച്ചിലോട്ട് കുടികൊള്ളുന്ന കരുവള്ളൂരായതുകൊണ്ട് ഞാനങ്ങനെ മുച്ചിലോട്ട് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ചാനലിന് വേണ്ടി പറയാം. അഭീഷ്ടവരദായിനിയും അന്നപൂർണേശ്വരിയും ജഗദംബികയും ഭക്തവത്സലയും ആദിമഹസ്സും പരമ്പൊരുളുമാണ് സർവേശ്വരിയായ ശ്രീ മുച്ചിലോട്ട് ഭഗവതി. ഏ ദേവി, എനിക്ക് നിത്യമായ ആനന്ദം തന്നാലും എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് മുന്നിൽ നിത്യാനന്ദ സ്വരൂപിണിയായും
കാഞ്ചിയിൽ കാമാക്ഷിയായും മധുരയിൽ മീനാക്ഷിയായും കൊടുങ്ങല്ലൂരിൽ കണ്ണകിയായും കൊല്ലൂരിൽ മൂകാംബികയായും ശൃംഗേരിയിൽ ശാരദയായും പാർവതിയായും സരസ്വതിയായും ലക്ഷ്മിയായും കാളിയായും ദുർഗയായും ഭക്തജനങ്ങൾ എന്തു പേരിട്ട് വിളിക്കുന്നുവോ അതാത് രൂപഭാവങ്ങളിൽ പ്രത്യക്ഷമാകുന്ന ഈ ചരാചര പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജസ്രോതസ്സാണ് ശ്രീ മുച്ചിലോട്ടംബിക. സകല സുരാസുര ഗന്ധർവ യക്ഷ വിദ്യാധര കിന്നര കിം പുരുഷന്മാർ സ്തുതിക്കുന്ന മഹാകാളി, കാലാതിരുദ്രകാളി, കാലസംഘർഷിണി, സർവദാരിദ്ര്യനാശിനി, അതല വിതല നിതല സുതല തലാതല മഹാതല രസാതല പാതാള ബുർഭുവസ്യവർജുന സത്യപാത 14 ലോകങ്ങൾക്കും നാഥ. ശബ്ദസ്പർശരൂപരസഗന്ധാദി സ്വരൂപിയായിരിക്കുന്ന ശ്രീ മുച്ചിലോട്ട് ഭഗവതിയുടെ കാരുണ്യ കടാക്ഷത്തിൻ്റെ കനകക്കതിരുകൾ ആത്മപ്രകാശത്തിൻ്റെ നിത്യജ്യോതിസായി എല്ലാ ഭക്തജനങ്ങളിലും വിളങ്ങിയിടുമാറാകട്ടെ. ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നമ്മൾ ഒരു മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഒരു പെരുങ്കളിയാട്ടത്തിൻ്റെ വേദിയിൽ പറയുമ്പോൾ അത് കേട്ടിരിക്കുന്ന മുഴുവൻ ജനങ്ങളും അറിയാതെ മനസ്സ് അങ്ങോട്ടേക്ക് ഈ മുച്ചിലോട്ടംബികയുടെ ഇത് രൂപത്തിലേക്കും അനുഗ്രഹത്തിലേക്കും മനസ്സിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ വാക്കുകൾ ഇങ്ങനെ ഒഴുകി ഒരു ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. എന്നാൽ പോലും ഇപ്പം സ്ഥിരമായി പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പുതിയതായ ഒരു സ്ഥലത്തേക്ക് നമ്മളെ ഇതിനു വേണ്ടി ക്ഷണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ അവിടെ എന്തൊക്കെ തെയ്യമുള്ളതെന്ന് അറിയും. അപ്പോൾ നമ്മൾക്കറിയാത്ത പുരാവൃത്തമുള്ള തെയ്യങ്ങളും ഇപ്പോഴും ഉണ്ട്. നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ അവർ ഈ തെയ്യം കിട്ടുന്നവരോട് ചോദിക്കും. എല്ലാ തെയ്യത്തിൻ്റെയും പുരാവൃത്ത അനാവരണം ചെയ്യുന്നത് തോറ്റങ്ങളാണ്. തോറ്റംപാട്ടാണ്. ഇപ്പോൾ പിന്നെ ലോകത്തെ മഹാവിപ്ലവങ്ങൾക്ക് മുമ്പ് പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റംപാട്ട് ഉയർന്നു വന്ന മണ്ണാണ് ഉത്തര കേരളം. അതിനപ്പുറം ഒരു വിപ്ലവമില്ല. ഞങ്ങളെ കൊത്തിയാലും നിങ്ങളെ കൊത്തിയാലും ഒന്നല്ലേ ചോര ചൊവ്വറിയെന്ന് അധികാരി വർഗത്തിൻ്റെ ഗർവിന് നേരെ അധകൃതൻ ചൂണ്ടുവിരലുയർത്തിയ ചോദ്യമാണത്. ഞങ്ങളെ കുപ്പയിലെ പൂവല്ലേ നിങ്ങളെ ദേവന് നേദിക്കുന്നത്, ഞങ്ങളെ കുപ്പയിലെ പഴമല്ലേ നിങ്ങളെ ദേവന് നേദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പ്രവേശനം അനുവദിക്കുന്നില്ല എന്ന് ശങ്കരാചാര്യരുടെ നേരെ നോക്കി ചോദിച്ച അധകൃതൻ്റെ നാടാണിത്. ആ തോറ്റംപാട്ട് എഴുതിയ മണ്ണാണ്. അപ്പോൾ ഇവിടുത്തെ വിശ്വാസധാരകളെല്ലാം ആ ആത്മനിഷ്ഠയിൽ അധിഷ്ഠിതമായിരിക്കും. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, തോറ്റംപാട്ട് എഴുതിയവർ അല്ലെങ്കിൽ തോറ്റം ചെല്ലുന്നവർ അവരോട് ചോദിക്കും, ഈ തെയ്യത്തിൻ്റെ തോറ്റം എന്താ, ആരുടെ ചൈതന്യമാണ്? അപ്പോൾ ശരിക്ക് പിന്നെ ഉത്തര കേരളത്തിൽ ശൈവ ശാക്തേയ ആരാധനകളെ ഉണ്ടായിരുന്നല്ലോ. ദ്രാവിഡാചാരം ആര്യന്മാരുടെ വരവോട് കൂടിയിട്ടാണ് ഈ തെയ്യപ്രപഞ്ചത്തിലേക്ക് വൈഷ്ണവ ചൈതന്യങ്ങൾ വരുന്നത്. അതിൽ വിഷ്ണുമൂർത്തി ഇനിയിപ്പോൾ പിന്നെ ഉർപ്പഴശ്ശി ആയാലും വൈഷ്ണവ തേജസ്സുകൾ വരുന്നത് ആര്യന്മാരുടെ വരവോട് കൂടിയിട്ട്. അതുവരെ ശൈവവും ശാക്തേയവുമായ തെയ്യങ്ങളേ ഉള്ളൂ. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇവിടെ കെട്ടിയാടുന്ന എല്ലാ ഭഗവതിമാരും പുരുഷന്മാരാ കെട്ടുക. അത് നിങ്ങൾ അറിയേണ്ട ഒരു പ്രത്യേകതയാണ്. കാരണം ഇവിടെ എല്ലാ തെയ്യങ്ങളെയും കെട്ടുന്ന എല്ലാ സ്ത്രീ ദൈവങ്ങളെയും എല്ലാ അമ്മ ദൈവങ്ങളെയും കെട്ടിയാടുന്നത് പുരുഷന്മാർ. എന്നാൽ സ്ത്രീ കെട്ടിയാടുന്ന ഒരേ ഒരു തെയ്യമുണ്ട് ഉത്തര കേരളത്തിൽ. അത് തെക്കുംപാട് കൂലം, ദേവക്കൂത്ത് എന്ന് പറയും. അതിൻ്റെ പുരാവൃത്തം ഈ ദേവലോകത്ത് നിന്ന് പിന്നെ പൂപ്പറിക്കാൻ വന്ന ഗന്ധർവ കന്യകമാരിൽ ഒരാൾ ഇവിടെ ബാക്കിയായി പോയ കഥയാണ്. അപ്പോൾ അതിന് ഓരോ വർഷവും ഇവിടെ വന്ന് ഈ ലോകം കാണാൻ നാരദൻ അനുവദിച്ചതാണ്. ആ ഒറ്റ തെയ്യേ ഉള്ളൂ സ്ത്രീ കെട്ടിയാടുന്ന തെയ്യം. ഇതിനിടയിൽ അത് കഴിഞ്ഞു ഇവിടെ തെക്കുംപാട് കൂലത്ത്. അതിന് നിങ്ങളുടെ ചാനൽ ശരിക്കും വന്നിട്ട് അത് കവർ ചെയ്തിട്ട് ഈ ലോകത്തെ അറിയിക്കണം. ഇതാണ് ഇപ്പോൾ സ്ത്രീയെ തന്നെ സ്ത്രീയെ വരവേൽക്കും. ഈ തെയ്യപ്പറമ്പിലേക്ക് അവർ വരുമ്പം അവരെ വരവേൽക്കുന്ന ചടങ്ങ് കൂടിയുണ്ട്, അത്ര ആദരവോടുകൂടി. പിന്നെ മാതൃദേവോഭവ എന്ന വിശുദ്ധ മന്ത്രമാണല്ലോ രൂഢമൂലമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീത്വത്തിനിടെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ അമ്മ ദൈവത്തെ പിന്നെ കെട്ടിയാടുന്ന പുരുഷന്മാർക്കിടയിലേക്ക് ഒരു സ്ത്രീ ആദ്യമായി ഒരു സ്ത്രീ ദേവത സ്ത്രീ തെയ്യമായി വരുന്നത് അവിടെയാണ്. സ്ഥിരമായി ഒരാൾ തന്നെയാണോ അത് കൊലധാരി? ആ ഒരു അവകാശമുണ്ട്. ഇതൊക്കെ പാരമ്പര്യമായി പകർന്നു നൽകുന്ന അവകാശങ്ങളാണ്. ഞങ്ങളെ തെക്കൻ കേരളത്തിൽ ഈ മുടിയേറ്റുണ്ട്. അതും ദേവീ സങ്കല്പത്തിലുള്ള ഭദ്രകാളി മിക്കവാറും ദാരിക നിഗ്രഹവുമായി ബന്ധപ്പെട്ട. അതെ, എൻ്റെ സ്ഥലം കൊട്ടാരക്കരയ്ക്കടുത്ത് മേലില എന്ന് പറയുന്ന ഗ്രാമമാണ്. ഞങ്ങളുടെ ക്ഷേത്രം ഉണ്ട് അവിടെ. ഭദ്രകാളി തിരുമുടിയാണ്. ഗണക സമുദായക്കാരാണ് അവിടെ പൂജ നടത്തുന്നത്. മുകളിൽ ഭഗവതിയും ശാസ്താവും ഒക്കെ ഉള്ള വേറെ ക്ഷേത്രവും. അപ്പോൾ അവിടെ
കുംഭമാസത്തിലെ ഉത്തരനാളിലാണ് ഈ മുടിയെഴുന്നള്ളത്ത് നടക്കുക. 7 ക്ഷേത്രങ്ങളിലാണ് അവിടെ അടുത്തടുത്ത് മുടിയെഴുന്നത്. ഞങ്ങളുടെ ക്ഷേത്രത്തിലെ പൂജിക്കുന്ന, അതായത് നമ്മൾ പോയി തൊഴുതു വണങ്ങി പ്രാർത്ഥിക്കുന്ന അമ്മ സങ്കല്പത്തിലുള്ള അതേ ഭഗവതിയെ തന്നെയാണ് കുംഭമാസത്തിലെ ഉത്തരനാളിൽ 2 മണിക്ക് പുറത്ത് എഴുന്നള്ളിക്കുന്നത്. അത് തികച്ചും വ്യത്യസ്തമായ ഒരു എഴുന്നള്ളത്ത്. അത് കോലമായിട്ടല്ലല്ലോ, അല്ല, എന്താണോ നമ്മൾ അവിടെ പോയി തൊഴുന്നത് ആ വിഗ്രഹം, ആ മുടി, അത് വളരെ നയന മനോഹരമായ മുടിയാണ്, അലങ്കരിച്ചിട്ടുണ്ട്. അല്ല, അത് അങ്ങനെ തന്നെയാണ് അവിടെ ഉണ്ടാവുക. അത് അതേപോലെയാണ് പുറത്ത്. പക്ഷെ അത് ഈ ഉത്തര കേരളത്തുമ്പോൾ അത് ജീവനോടെ മനുഷ്യന് തന്നെ തെയ്യമായി. അല്ല, ഇത് ഈ മുടി എഴുന്നള്ളത്തിന് ഈ തെയ്യങ്ങളുമായി നമുക്ക് ഒരു വിധത്തിൽ താരതമ്യം ചെയ്യാൻ കഴിയുന്നത് അവിടുത്തെ പൂജാരി അവിടെ പാരമ്പര്യമായി എടുത്തിട്ട് വരികയല്ല. ആ മുടിയുടെ മുഖം എന്താണോ ആ മുഖം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ചായം തേച്ച് അതേ ദ്രംഷ്ടയും അതേ മുലക്കച്ചയും ഒക്കെയായി ഈ മുടി അദ്ദേഹത്തിന്റെ തലയിൽ അതേപോലെ എടുത്തിട്ട് തീർച്ചയായിട്ടും വയലേലകളിലേക്ക് പോവുകയാണ്, കൃഷിയിടങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ പോയി 3 ഇടത്ത് ഇറക്കി പൂജ കഴിഞ്ഞ് 5 മണിയോടുകൂടി ഇത് തിരിച്ച് ക്ഷേത്രാങ്കണത്തിലെത്തുന്നു. എത്തി മുകളിലത്തെ ക്ഷേത്രത്തിലേക്ക് കടക്കാൻ ഒരു ശ്രമം നടത്തും. ആളുകൾ തൊഴുത് വണങ്ങി വിളിക്കുമ്പോൾ തിരിച്ചിറങ്ങും. പിന്നീട് പേച്ചാണ്, ദാരികമായുള്ള പക്ഷെ ദാരികനില്ല അവിടെ. ദാരികൻ സങ്കല്പം മാത്രമാണ്. അവിടെ ക്ഷേത്രാങ്കണത്തിൽ ഒരു പേച്ച് നടത്തും. പിന്നെ അവിടെ നിന്ന് പോകാനുള്ള ശ്രമമാണ്. നമ്മൾ തൊഴുത് വിളിക്കുമ്പോൾ അതവിടെ ഇറങ്ങും. പിന്നീട് ക്ഷേത്രത്തിലേക്ക് പോകും. വർഷത്തിലൊരിക്കൽ നടക്കുന്ന ചടങ്ങാണ്. അത് തെയ്യവുമായൊക്കെ നമുക്ക് ചേർത്ത് വെക്കാം. പിന്നെ പറഞ്ഞതിന്റെ കാര്യം ദേവീ സങ്കല്പങ്ങളിൽ ആണുങ്ങൾ തന്നെയാണ് അവിടെ കേരളത്തിലെ. തീർച്ചയായിട്ടും അത് പിന്നെ ഈ ദാരികന്റെ ഒരു കഥ നമ്മളിവിടെ പറയുന്ന എല്ലാ ഭഗവതിമാരും ദാരിക നിഗ്രഹത്തിനായി അവതരിച്ച കാളിയുടെ രൂപങ്ങളാണ്. അഷ്ടാദശഭുജങ്ങളിലൊന്നിൽ ദുഷ്ടനാം അസുരൻ ദാരികന്റെ ശിരസറുത്ത് താണ്ഡവമാടവേ ഈ പ്രപഞ്ചമാകെ വിറകൊണ്ട് നിൽക്കെ ഈ ധരണി പോലും 2ആയി പിളരവേ ധരണിക്ക് താങ്ങായി നിന്ന മുക്കണ്ണൻ്റെ നെഞ്ചിൽ പാദമുറപ്പിച്ച് താണ്ഡവമാടിയ സർവേശ്വരിയാണ് ഭദ്രകാളി. 7 ആനകളുടെ ബലമുള്ള ദാരികനെ 7 പിടിയാൽ ഒതുക്കി ഇടങ്കയ്യാൽ മുടി പിടിച്ച് വലങ്കയ്യാൽ ശിരസറുത്ത ശക്തിസ്വരൂപിണി കൂടിയാണ് ഈ ദാരിക നിഗ്രഹയായ ഭദ്രകാളി എന്നാണ് നമ്മൾ തെയ്യക്കഥകളിൽ ഇവിടെ അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ പറയാം. എനിക്കിപ്പം ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു ആഗ്രഹം, അടുത്ത കുംഭമാസത്തിലെ ഉത്തരത്തിനും എല്ലാ ക്ഷേത്രത്തിലും തിരുമുടി എഴുന്നള്ളത്തിന് അങ്ങയുടെ ഒരു റെക്കോർഡഡ് അനൗൺസ്മെന്റ്. തീർച്ചയായും. കാര്യം ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഈ അനൗൺസ്മെന്റുകൾ, ലൈവ് അനൗൺസ്മെന്റും കാര്യങ്ങളും നമ്മളുടെ കൂടി ഉത്തരവാദിത്തമായിരുന്നു. ഞങ്ങൾ ചെയ്യുന്ന ആളുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ വാചകങ്ങളുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര അത്ഭുതത്തോടെ മാത്രമേ നോക്കി കണ്ടു നിൽക്കാൻ പറ്റൂ. ഇപ്പോൾ കരിവള്ളൂർ രാജൻ എന്ന് പറയുന്ന ആളുടെ ഒരു പ്രൊഫൈൽ നമ്മൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേട്ടിട്ടുണ്ട് ഈ പേര്, പക്ഷെ പരിചിതമായിരുന്നില്ല. അങ്ങനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പരിചയപ്പെട്ട ദിവസം മുതൽ പരിശോധിക്കുമ്പോൾ അങ്ങയുടെ യൂട്യൂബിലൊക്കെയുള്ള വീഡിയോസ്, ഈ പ്രസംഗം, ഈ അനൗൺസ്മെൻറ്റുകളും കേൾക്കുമ്പോൾ എവിടെ നിന്നാണ് ഇത്രത്തോളം വാക്ക് സമ്പത്ത് ഒഴുകിയെത്തുന്നത് എന്നൊരു ചോദ്യം മനസ്സിൽ ബാക്കിയാവുകയാണ്. നിരന്തരമായ വായനയാണോ? അതെ, ഞാൻ പിന്നെ പലപ്പോഴും എന്നോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ് അതിങ്ങനെ. അതായത് സ്വപ്നം കാണാൻ പോലും അവകാശമില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയധികം ജനങ്ങളെ സ്വാധീനിക്കാൻ മാത്രം വളർന്നത് എന്നത് എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞാൻ ശരിക്ക് പിന്നെ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ അനുജത്തിയെ പ്രസവിച്ചു വായിച്ചല്ലോ. അപ്പോൾ സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ല. ഞങ്ങൾ ഒരു പിന്നെ ഷർട്ടിന് പൊട്ടിയ കുടുക്കിന് പിന്നു കുത്തി തന്നിട്ട് എന്നെ ബീഡി കമ്പനിയിൽ അയച്ചു. പക്ഷെ ബീഡി കമ്പനി എനിക്ക് വളരെ 4 മുതൽ 2ാം ക്ലാസ് മുതൽ ഞാൻ എന്ത് കേട്ടാലും അത് ഹൃദയസ്ഥമാക്കും. പിന്നെ എനിക്ക് പുസ്തകം വായിക്കൊന്നും വേണ്ട. പരീക്ഷ എഴുതിയാൽ 99 മാർക്ക് എല്ലാ വിഷയത്തിലും ഞാൻ മതിയാക്കുന്നത് വരെ എനിക്ക് കിട്ടിയിരുന്നു. അത് ഈ ശബ്ദം ഇങ്ങനെ ആണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞത് കുറേ കഴിഞ്ഞിട്ട്. വായനാശീലമുണ്ട്. വായന എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ബീഡി കമ്പനിയിൽ പോകുന്ന സമയത്ത് രാത്രി വന്നാൽ സെക്കൻഡ് ഷോ സിനിമ കണ്ട് വന്നാലും എനിക്കൊരു കഷ്ണം കടലാസ് വായിക്കണം. ഇന്ന് ആ വായനാശീലം മുറിഞ്ഞുപോയി. അന്ന് ഞാൻ ഒരു സെക്കൻഡ് ഷോ എവിടെയെങ്കിലും ഒരു കടലാസെങ്കിലും എടുത്തിട്ട് ലേശം വായിച്ചാലേ എനിക്ക് ഉറക്ക് വരും. അതൊരു ശീലമായി. അപ്പോൾ പിന്നെ ശരിക്കും ഉത്തര കേരളത്തിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയാണ് ബീഡി കമ്പനി. നിങ്ങൾ മറ്റെവിടെയും അത്തരം അറിവുകൾ കിട്ടില്ല. കാരണം 30 പേര് ഒന്നിച്ചിരിക്കുന്നുണ്ടെങ്കിൽ 30 തരം അറിവുകൾ പരസ്പരം സംവദിക്കുകയാണ്. എപ്പോഴും അവിടെ വിവാദങ്ങൾക്ക് പകരം സംവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. സംവാദങ്ങൾ ഭയങ്കര. ഇപ്പോൾ ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന സംഭവമാണ് കരിവള്ളൂരിലെ ബീഡി കമ്പനി ഇരുന്നിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന പത്രവായനയിലൂടെ. അപ്പോൾ അത് വിശാലമായ ഒരു അറിവ്. ആ അറിവ് എന്നെ ഈ അനൗൺസ്മെൻറ്റ് ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ
ഉത്തര കേരളത്തിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവം എന്ന് പറയുന്നത്, മുമ്പ് അതായത് എൻ്റെ അനൗൺസ്മെൻറ്റ് കാലം ഒരു 40 വർഷം മുമ്പ് ഇവിടെ തെയ്യം ഉണ്ടാവും. കരിവള്ളൂർ തെരുവ് മടപ്പള്ളി സോമേശ്വരി ക്ഷേത്രം കളിയാട്ട മഹോത്സവം നാളെയും മറ്റന്നാളും. കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് നാളെ രാത്രി കണ്ണൂർ ഇവരുടെ നാടകം, നടനകലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നാടകം, ആ നാടകത്തെക്കുറിച്ച് മാത്രം. നാടകമാണ് അന്ന് വിഷയം. അകത്ത് കെട്ടുന്ന തെയ്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഞാൻ തന്നെ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ യാത്രക്കിടയിൽ എവിടെയോ എൻ്റെ മനസ്സ് പറഞ്ഞു, നമുക്ക് ഈ അകത്തുള്ള തെയ്യത്തെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ എന്താ. അങ്ങനെയാണ് അവിടെ പിന്നെ കെട്ടിയാടിക്കപ്പെടുന്ന തെയ്യങ്ങളിൽ മൂവാളം കുഴിച്ചാമണ്ടിയുടെ ചരിത്രം പഠിക്കുന്നു. അപ്പോൾ 3 ആൾ ആഴത്തിൽ ഈ തന്ത്രിമാർ ചെമ്പ് തകിട് ഉണ്ടാക്കിയിട്ട് അതിൽ കെട്ടിയിട്ട് താഴ്ത്തിയിട്ട് ആ ചെമ്പ് കിടാരം പൊട്ടിയിട്ട് പളർന്നിട്ട് വന്നതാണ്. ചെമ്പ് കണ്ടുകൂടാ തെയ്യത്തിന്. അപ്പോൾ അതറിഞ്ഞു. അപ്പോൾ അതറിഞ്ഞിട്ടാകുമ്പോൾ അത് ഞാനിങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ അപ്പുറത്ത് മടിച്ചാമണ്ടീൻ്റെ ഒരുക്കാണ് അവരെ ദേവീയുടെ ചരിത്രം പഠിക്കുക. അപ്പോൾ ഇത് മുഴുവൻ പഠിക്കാൻ അപ്പോൾ തെയ്യം കെട്ടുന്നവരോട് ഇപ്പോൾ മൺമറഞ്ഞു പോയ ആദരണീയനായ കുട്ടമത്ത് ശ്രീധരൻ മാഷ് ഉണ്ടായിരുന്നു. ഈ ശ്രീധരൻ മാഷ് ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു, ഇപ്പോൾ രാജൻ, നീ ചെയ്യുന്ന കർമ്മം എന്താണെന്ന് എനിക്കറിയില്ല. നീ ഒരു തെയ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ തെയ്യം നമ്മളൊക്കെ മനസ്സിൽ ഇങ്ങനെ ഉറയാണ്. അതുകൂടാതെ ഇത് ഈ നവമാധ്യമങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അത് ഡോക്യുമെന്റേഷൻ കൂടി ആവുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ശരിക്ക് ഉത്തര കേരളത്തിലുള്ള മനുഷ്യരുടെ ഉള്ളിൽ മനസ്സിൽ ആദിപ്രരൂപങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആദിപ്രരൂപങ്ങൾ പല രൂപങ്ങളിലായി ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു ചെണ്ടപ്പെരുക്കം കേട്ടാൽ നമ്മൾ തിരിച്ചറിയും അത് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടാണ്, അല്ലെങ്കിൽ പൊട്ടൻ തെയ്യത്തിൻ്റെ കൊട്ടാണ് എന്നുള്ളത് ഉത്തര. അപ്പോൾ അതുപോലെ നമ്മളൊരു ചാക്ഷുഷമന്വന്തര പ്രളയത്തിൽ മത്സ്യമായും പാലാഴിമതന സമയത്ത് മന്ദരപർവ്വതത്തെ ഉദ്ധരിക്കുവാൻ കൂർമ്മമായും ധരണീരക്ഷയ്ക്ക് വരാഹമായും ദുഷ്ടനാം ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് ഭക്തനാം പ്രഹ്ലാദന വാരി പുണർന്നനുഗ്രഹിച്ച് ജഗത്രയത്തിന് ഐശ്വര്യമേകാൻ സ്തംഭം പിളർന്ന നരസിംഹമായും വാമനനായും പരശുരാമനായും ശ്രീരാമനായും ബലരാമനായും കൃഷ്ണനായും കൽക്കിയായും ദശാവതാരം പൂർത്തിയാക്കുന്ന ആർത്തത്രാണപരായണനായ പന്നകശായി പരംപുരുഷോത്തമൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ 4ാം അവതാരമാണ് നരഹരി ഭഗവാനായ ലോകനാഥൻ വിഷ്ണുമൂർത്തി. അംഗത്തിനും പടക്കും കൂട്ടത്തിനും കുറിക്കും നായാട്ടുകാര്യത്തിനും നരിവിളിക്കും തുണയരുളുന്ന നരഹരി ഭഗവാൻ ത്രിസന്ധ്യാനേരത്ത് തൃപ്പടിമേൽ വെച്ച് ദുഷ്ടനാം ഹിരണ്യകശിപുവിൻ്റെ ഉദരം പിളർന്ന് രുതിരം നുകർന്ന് ഘോരദാഹമടക്കിയ നരഹരി ഭഗവാനിതാ അവതാര നർത്തനമാടാൻ സമയമായി. അപ്പോൾ എല്ലാവരും റെഡിയാവും ഈ ഹിരണ്യവധം കാണാൻ. ആ പടിമ വെച്ചിട്ട് ഒരു ഹിരണ്യവധമുണ്ട്. അപ്പോൾ ഈ തെയ്യത്തിൻ്റെ ഇതിലേക്കെല്ലാം ഒരു വേള തൻ്റെ തെറഞ്ചെവിയാൽ ഈ അനൗൺസ്മെൻറ്റ് കേൾക്കുന്ന കോലധാരിയും ഒന്നുറഞ്ഞാടിപ്പോവും. അത് അനുഭവം എന്നോട് പല കോലധാരികളും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ ശരിക്കും ഹിരണ്യവധം നടത്തി എന്ന് പറയുന്നത്. അത് ഞാനൊരു നിമിത്തം, ഞാനിതിൽ എൻ്റേതായൊരു ഇതെങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു പോകുന്നതാണ്. ശബ്ദം ദൈവം തരുന്നതാണ്. അത് യഥാവിധി വിനിയോഗിച്ചു എന്നുള്ളതാണ്. ഞാൻ ശരിക്ക് പ്രയോജനപ്പെടുത്തിയിട്ട് ഞാനിത് അകത്തുള്ള തെയ്യങ്ങളെ മുഴുവൻ പുറത്തെത്തിച്ച് അതിൻ്റെ കഥകൾ, ഈ ശബ്ദവും അറിവും അതിനുവേണ്ടിയുള്ള മാറ്റിവെച്ച സമയവും കൂടി സംയോജിച്ചപ്പോൾ അതെ അങ്ങനെയാണ് സംഭവിച്ചത്. തീർച്ചയായിട്ടും അത് ഇപ്പം ഇനി പുതിയ തലമുറ മുഴുവൻ അനുകരിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇപ്പം എന്നോട് തന്നെ പറയും. അപ്പം എനിക്കത് സന്തോഷമാണ്. കാരണം എന്നോട് പലരും പറയും, നിങ്ങൾ പഠിപ്പിക്കല്ലേ, നിങ്ങൾക്ക് ഭീഷണിയാണ്. കാരണം ഈ ഭീഷണി എന്ന് പറയുന്നത് എന്താണ്? നമ്മളിൽ അറിവില്ലെടുത്തോളം കാലം നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ ഭയപ്പെടുന്നത്? അതെ, നമ്മുടെ അടുത്തുണ്ട്. ഞാൻ എൻ്റെ അനൗൺസ്മെൻ്റ് ആരംഭിച്ചത് മുതൽ ഇന്ന് ഈ ചാനലിന് തരുന്ന അഭിമുഖം വരെ സമയം വരെയും ഒരു പ്രോഗ്രാം എനിക്ക് തരുമോ നിങ്ങൾ എന്ന് ചോദിച്ചിട്ട് പോകേണ്ട ഗതികേട് എനിക്കുണ്ടായിട്ടില്ല. ഇപ്പോഴുള്ള കുട്ടികൾ പലരും അങ്ങോട്ട് എവിടെയെങ്കിലും നോട്ടീസ് കണ്ട അതിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ട് ചാടിപ്പോയിട്ട് ഞാൻ ചെയ്തു തരാം, ഞാൻ ഇത്ര പൈസയ്ക്ക് ചെയ്തു തരാം. അപ്പം അങ്ങനെ പലതും എന്നോട് പലരും പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്തോട്ടെ, അവർ നടത്തിക്കോട്ടെ, നമുക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റില്ലല്ലോ. അവർ നടത്തി, നമുക്ക് ഇടൊന്നും കുറവില്ലല്ലോ. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോഴും എൻ്റെ വർക്ക് അതാ പെൻഡിങ്ങിലാണ്. ഇനി ഇത് ഇലക്ഷൻ കാലഘട്ടം കൂട്ടിയാണ്. ഇപ്പം നമ്മളിതൊരു ചുരുങ്ങിയ സമയത്താണ് ഇത് സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് വിശദമായി ഒരു തെയ്യത്തെക്കുറിച്ച് തന്നെ ഒരു പ്രോഗ്രാം ചെയ്യണം എന്നൊരാഗ്രഹം നമുക്കുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് വന്നാൽ ഇലക്ഷൻ കാലഘട്ടമാണ്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചിത്രങ്ങളൊക്കെ തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി അനൗൺസ് ചെയ്യാൻ, അത് ചെയ്യണമെന്നല്ല, അനൗൺസ് ചെയ്യാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന നേതാവ് മത്സരിക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും.
പറയാൻ പറ്റുന്ന പേരാണോ? പിന്നെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന പിന്നെ ഒരാൾ എൻ്റെ വീട്ടിൽ എന്നോടൊപ്പം ചിത്രത്തിലുണ്ട്, പന്നിൻ്റെ പേര്. കാരണം ഒരു സാധാരണക്കാരനായി വന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ വൈറലായിട്ട് നിങ്ങൾ കണ്ടിരുന്നോ? ഒരു വീട് നിങ്ങൾക്കൊരു വീട് വെച്ചൂടെ? ഞങ്ങളുടെ അതിനകത്ത് അമ്മ മദ്യപിച്ചതിനെ പറ്റിയൊക്കെ ജീവിതത്തിൽ ഒരിക്കലേ മദ്യപിച്ചുള്ളൂ. അതെ 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 അദ്ദേഹം വൈകാരികമായി പറഞ്ഞ മറ്റൊരു വാക്കും എൻ്റെ മനസ്സിലുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തിരുവനന്തപുരം MN സ്മാരക മന്ദിരത്തിൽ പാർട്ടിയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ സെക്രട്ടറി വെളിയം ഭാർഗവനാണ്. ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു സുഹൃത്ത് ഗൾഫിൽ നല്ല ശമ്പളമല്ലോ, ഒരു ഇന്നോവ കാറൊക്കെ എടുത്ത് വന്ന് അവിടെ നിർത്തിയിട്ട് ഇദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ ഈ വെളിയം ഭാർഗവനും കാണുന്നുണ്ട്. അപ്പം ഞാൻ പോയി, മൂപ്പർ കൂടെ പോയി ചായയെല്ലാം കുടിച്ചു വന്നു. അപ്പം കൈക്കൊരു ഗോൾഡൻ വാച്ചുണ്ട്, അദ്ദേഹം കൊടുത്തതാണ്, സതീർത്ഥ്യനി സമ്മാനമായി കൊടുത്തതാണ്. അപ്പോൾ സുഹൃത്തിന് യാത്രയെല്ലാം പറഞ്ഞു വിളിയവിടെ നിന്നു. അദ്ദേഹം പോയി, വിളിയം മെല്ലെ പന്നിനെ അകത്തേക്ക് വിളിച്ചു. ഇതെന്താ കയ്യിൽ പറഞ്ഞു, ഇത് എൻ്റെ സുഹൃത്ത് തന്നെയാണ്, ഗൾഫിൽ വലിയാണ്, ഇതിനെ തരാൻ പലരും ഉണ്ടാവും, താങ്കളൊരു പൊതുപ്രവർത്തകനാണ്, ഈ വാച്ചിൻ്റെ ഉറവിടം ജനങ്ങൾ അന്വേഷിക്കും എന്ന് അന്ന് ഞാൻ കഴിച്ചു വെച്ചതാണ് വാച്ച് എന്ന് രവിയേട്ടൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും തിരുവനന്തപുരത്ത് അദ്ദേഹം ഇപ്പം എന്നെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. രവിയേട്ടൻ എന്നോട് പിന്നെ നീ രാജാ എനിക്ക് അനൗൺസ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ചെയ്യണമെന്നുണ്ട്. കാരണം അതാവണം സ്ഥാനാർത്ഥികൾ, അതാവണം പൊതുപ്രവർത്തകർ. കാരണം അന്യൻ്റെ വിയർപ്പ് തൻ്റെ ജീവിതോപാധിയാക്കുന്നവൻ ഒരിക്കലും അത് ഉദരമ്പതികളെന്നാണ് പറയാം. അവരൊരിക്കലും അങ്ങനെയുള്ളവരുടെ എണ്ണം നാൾക്ക് നാൾ പെരുകി വരുന്ന ഒരു കാലഘട്ടത്തിൽ പന്നിനെ പോലുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടാവുന്നത് രാഷ്ട്രീയ കേരളത്തിന് തന്നെ. അതേപോലെ ആനി രാജ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥാനാർത്ഥിയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ജിഹ്വ ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരയില്ലു. വേറെ ആരാ ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഇത്രയധികം ഗർജിക്കുന്നൊരു ശബ്ദമായി ഉള്ളത്? ഒരു സ്ത്രീ ശബ്ദം. പക്ഷെ ആ ഒരു സ്ഥാനാർത്ഥിത്വം തെറ്റായി പോയില്ലേ? എന്ത് വയനാട്ടിൽ അനുരാജ മോശം എന്നല്ല ഞാൻ പറഞ്ഞത്. അല്ലല്ല, കമ്മ്യൂണിസ്റ്റ് അതാണ് നമ്മൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ മാറ്റേണ്ട സമയം. കാരണം നമ്മൾ പഠിച്ചത് എന്താ അറിയോ, ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമൊക്കെ പാർലമെൻ്ററി ഡെമോക്രസി, പാർലമെൻ്ററിസം നമ്മുടെ വർഗസമരത്തിനിടയിൽ ഒരു ചെറിയൊരു വഴി മാത്രമാണ്. യഥാർത്ഥ കമ്മ്യൂണിസം അതാണ്. നമ്മൾ ഇന്ന് കാണുന്നത് ഇതെല്ലാം പിന്നെ കാലത്തിനൊത്ത് ഫാഷൻ ചെയ്ത സാധനമാണ്. ശരിക്ക് മത്സരമാണ് മുഖ്യം. പിയർ കുബർട്ട് കായിക മത്സരത്തിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് പിയർ കുബർട്ട് പറഞ്ഞിട്ടുണ്ട്, മത്സരമാണ് മുഖ്യം, ജയവും പരാജയവും സാധാരണ സ്വാഭാവികം. അല്ല, ഞാൻ ചോദിച്ചതിൻ്റെ കാര്യം അല്ല എനിക്കത് കാരണം ഏറ്റവും നമ്മൾ മത്സരിക്കാൻ നിർത്തുന്നത് നിങ്ങൾക്കെതിരെ മത്സരിക്കാൻ പറ്റിയ ഏറ്റവും പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ്. അവിടെ തോൽവിയിരതല്ല, നമ്മൾ ആ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ജയിച്ചു എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഞാൻ ചോദിച്ചതിൻ്റെ കാര്യം രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജ മത്സരിക്കുന്നു എന്നതല്ല. ഇവരൊരു മുന്നണിയാണല്ലോ, കേരളത്തിന് പുറത്ത് ഇന്ത്യ മുന്നണിയാണ്. ഈ ഇന്ത്യ മുന്നണിയിലെ രണ്ട് അങ്ങനെയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ രാഹുൽ ഗാന്ധി അതിനുത്തരം പറയേണ്ടത് ഞാനല്ല, എനിക്ക് പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ നേതൃത്വം പല ഞങ്ങൾ വളരെ ആസൂത്രിതമാണ് എന്ന് പറയുമ്പോഴും ഓരോ സ്ഥലത്തും എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ, അതായത് ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് പോകുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ മത്സരിക്കേണ്ടി വരുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ നമ്മുടെ നിലപാടനുസരിച്ചിട്ട് ഏറ്റവും വലിയ ശത്രു ആരാ? BJP ആണ്, വർഗീയ ശക്തികളെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അവർക്കെതിരെ നഖശികാന്തം ഒന്നിച്ചു നിന്ന് പോരാടേണ്ടതിന് പകരം കേരളത്തിൽ മാത്രം, അതും കേരളത്തിൽ മാത്രം, അത് ഒരു വിരോധാഭാസം തന്നെയാണ്. അത് തുറന്നു പറയാൻ എനിക്കൊരു മടിയുമില്ല. തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ അതൊരു, പക്ഷേ സ്ഥാനാർത്ഥിത്വം കൊണ്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഇത് വെച്ച് ആനി രാജ തന്നെയാണ് അദ്ദേഹത്തിനെതിരെ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥി. ഇപ്പോൾ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അനൗൺസ്മെന്റ് ഇത്തവണ ചെയ്തിരുന്നോ? ഇല്ല, ഇപ്പോൾ ഇന്നലെ രാവിലെ ഒരു കൺവെൻഷൻ ചെയ്തു നമ്മുടെ ഉണ്ണിത്താനുമാണ്, രാജ്മോഹൻ ഉണ്ണിത്താൻ. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. പക്ഷേ എങ്കിലും എൻ്റെ തൊഴിൽ അനൗൺസ്മെൻ്റ് ആയതുകൊണ്ടും ഒരു അനൗൺസ്മെൻറ്റ് ശബ്ദകലാകാരൻ ആയതുകൊണ്ടും ഒരു കലാകാരൻ സമൂഹത്തിൻ്റെ പൊതു സ്വത്തായതുകൊണ്ടും എനിക്ക് ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ ആരാണോ വരുന്നത്, പിന്നെ എൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാൻ ഡെഡിക്കേറ്റഡാണ്.
എന്നെ ആരാണോ സമീപിക്കുന്നത് അവർക്ക് വേണ്ടി ഞാൻ അവരുടെ ഭാഗം എത്ര നല്ലതാക്കാൻ എനിക്ക് പറ്റും അത്രയും നല്ലത്. അതുകൊണ്ടാണല്ലോ 40-45 വർഷമായിട്ട് ഈ അനൗൺസ്മെൻറ്റിൽ രംഗത്ത് എനിക്ക് നിൽക്കാൻ പറ്റും. കാരണം രാജനെ ഒരു കടലാസ് കൊണ്ടുപോയി രാജനെ ഏൽപ്പിച്ചാൽ അത് ഭംഗിയാക്കി തരുമെന്നുള്ളൊരു അപ്പോൾ ആ വിശ്വാസം നിലനിർത്താൻ എനിക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ ഞാനവിടെ അലംഭാവം കാണിച്ചാൽ എന്താവും? നമ്മളുടെ വിശ്വാസം നമ്മുടെ രാഷ്ട്രീയം വേറെ അങ്ങനെ പലപ്പോഴും പിന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ നായനാർ മത്സരിക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ നമ്മുടെ ഈ കരിന്തളം ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിലേക്കെല്ലാം നമ്മുടെ ഈ കോൺഗ്രസിൻ്റെ ഒരു നാരായണൻ്റെ ഗ്യാസ് നാരായണൻ്റെ അഡ്വക്കേറ്റ് ഇത് എൻ്റെ അടുക്ക വന്ന് ഈ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. സാമ്പത്തികമായി നല്ല ദാരിദ്ര്യം അനുഭവിക്കുന്നൊരു സമയമാണ്. അപ്പോൾ എന്നെ വന്നിട്ട് ഒരു കെട്ട് നോട്ടെടുത്തിട്ട് എൻ്റെ മുമ്പിലിട്ടിട്ട് പറഞ്ഞു, ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നുണ്ട്, എനിക്ക് CD വേണം, കാസറ്റ് വേണം. കാസറ്റാണ്, CD അല്ല. പിന്നെ കരിന്തളം ഗ്രാമപഞ്ചായത്തിൽ 9 വാർഡിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ലിസ്റ്റെല്ലാം ഞാൻ പിന്നെ തരാം, ഇനി എത്രയാണ് പൈസ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ സ്വാഭാവികവും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരാൾ, ഒരു അനൗൺസർ എന്ത് ചെയ്യും? അന്നേരം അത് സ്വീകരിക്കലേ വഴിയില്ല. അത് സ്വീകരിച്ചു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള റെഡി. അന്ന് എൻ്റെ കൂടെ പിന്നെ പ്രേം സൂറത്ത് എന്നൊരു കവിയുണ്ട്, എഴുത്തുകാരൻ, എന്നെ എഴുത്തിൽ സഹായിച്ചുകൊണ്ട്. അപ്പോൾ ഈ സൂറത്ത് റൈറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ അവിടെ പരപ്പയിലൊരു വാട്ടർ ടാങ്ക്, എന്താ നിങ്ങൾ പരപ്പയിലൊരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കി, എന്താ നോട്ട് ബുക്കിലെ കടലാസ് കൊണ്ടാണോ വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നത്? തകർന്ന് തരിപ്പണമായില്ലേ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ. പിന്നെ അവിടെ മറ്റൊരു സ്ഥലത്തൊരു കുളം നിർമ്മിച്ചു, അത് നിങ്ങൾ കുളമാക്കിയില്ലേ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ. പിന്നെ നായനാർ, അതായത് പിന്നെ വായിക്ക് തോന്നിയത് കോതക്ക് പാട്ടെന്ന് മട്ടിലുള്ള ഒരു മുഖ്യമന്ത്രിയും, പിന്നെ പേരിയ വനം മുറി ഉണ്ടായില്ലേ, മരം മുറിക്കാൻ മഴുകൊടുത്ത് വനം വെളുപ്പിക്കുന്ന മറ്റൊരു മന്ത്രിയും, വാഴുന്ന കേരളത്തിൽ, അങ്ങനെ കുറേ സാധനങ്ങൾ പറയും. വാഴുന്ന കേരളത്തിൽ തേങ്ങ ഉടച്ചാൽ മധുരിക്കുന്ന തേങ്ങാവെള്ളത്തിന് പകരം ഉപ്പ് രസമുള്ള കർഷകൻ്റെ കണ്ണീര്, തേങ്ങക്ക് വിലയില്ല, കണ്ണീര്. അന്യൻ്റെ ശബ്ദം സംഗീതമായി ശ്രവിക്കാൻ പഠിപ്പിച്ച ആചാര്യൻ്റെ അനുയായികളുടെ വക സ്വന്തം സഹപാഠിയുടെ പുറത്ത് കത്തി കൊണ്ട് ചിത്രപ്പണി, പണ്ടൊരു ചാപ്പ കുത്ത്. കാമാന്തർക്കെതിരെ പ്രതികരിച്ച പെൺകുട്ടിക്കോ അക്കാദമിക് അപ്പോസ്തലന്മാരുടെ പീഡനം. എന്തിനേറെ, കൂട്ടിൽ കിടക്കുന്ന കാട്ടുമൃഗങ്ങളെപ്പോലും ചുട്ടെരിച്ചില്ലേ ഈ നരാധമന്മാർ? ഇവരാണോ ഇനിയും കേരളം ഭരിക്കേണ്ടതെന്നിട്ട് എല്ലാ ഇടതുപക്ഷത്തിനെതിരെയാകും. അപ്പോൾ ഇതെന്താക്കി, ഇത് കിട്ടിയപാട് ഇവരെല്ലാ സ്ഥലത്തും കൊണ്ടുവച്ച് അവിടെ കുഴപ്പമായി. അന്ന് അത് ഇപ്പോഴത്തെ അവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് KP സതീഷ് ചന്ദ്രനും അവിടുത്തെ രാജനടക്കുള്ള ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ ഈ കാസറ്റിനെതിരെ മാത്രം പ്രസംഗിക്കേണ്ടി വന്നു. പിന്നീട് അനുഭവത്തിൽ എന്നോട് പറഞ്ഞു പ്രസംഗിക്കേണ്ടി വന്നു. പക്ഷേ കാര്യമില്ല, അവർ പ്രസംഗിച്ചങ്ങ് പോവും, പിന്നീട് ഇവർ ഈ കാസറ്റ് കൊണ്ടുപോകും. അങ്ങനെ ഒടുവിൽ അവർ തന്നെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയും അവിടുത്തെ നേതാക്കന്മാരും എൻ്റെ സ്റ്റുഡിയോയിലേക്ക്, കരിവള്ളൂരിൻ്റെ സ്റ്റുഡിയോയിലേക്ക് ഒരു രാത്രി വന്നു. ഞാൻ എന്തായാലും ഇനി ബദൽ CD നീ എന്ത് പണിയാന്ന് എടുത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്, നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ലേ, അപ്പോൾ അത് പ്രയോജനപ്പെടുത്തേണ്ടത് നിങ്ങളല്ലേ. അവർ കൊണ്ടുതന്നു, ഞാനങ്ങ് സ്വീകരിച്ചു. അങ്ങനെ ഞാൻ അതിന് മറുപടിയാക്കി പിന്നെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, സ്വാതന്ത്ര്യ സമര നായകൻ, കയ്യൂർ സമരത്തിൻ്റെ അമരക്കാരൻ സഖാവ് നായനാറെ കള്ളനെന്നും കള്ളന് കഞ്ഞിവെച്ചവനെന്നും വിളിച്ചാക്ഷേപിച്ച നരാധമന്മാരെ ഓർത്തോളൂ നിങ്ങൾ. ജനഹിതത്തിൻ്റെ ജനരോഷത്തിൻ്റെ അഗ്നിജ്വാലകളിൽ ഉരുകി ഒലിക്കാൻ പോവുകയാണ് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് തിരിച്ചിട്ട്. അപ്പം പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ, ഞാനെന്നെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അപ്പുറം ഇപ്പുറം ഇത് ഞാൻ എന്നോട് യുദ്ധം ചെയ്യുന്ന മത്സരിക്കുന്ന കാഴ്ച അത് കാണാൻ കഴിയുന്നത്. അവർ വേറെ അനൗൺസ്മെൻ്റ് എല്ലാം നോക്കി, നടക്കുന്നില്ല. അതേപോലെ പിന്നെ ചില സംഭവങ്ങളുണ്ട്. ഒരിക്കൽ പിന്നെ അസിസ്റ്റൻ്റ് പയ്യന്നൂർ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് എന്നോട് ഒരാൾ വന്നിട്ട് പെട്ടെന്ന് ഒരു CD വേണം, കാസർഗോഡേക്കാന്ന് BJPക്ക്, ഇവിടെ ബാധിക്കില്ലല്ലോ. പയ്യൻ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ അങ്ങനെ വരുമ്പോൾ ഞാനങ്ങ് ചെയ്തു കൊടുത്തു. പക്ഷെ കാസർഗോഡ് പാർലമെൻറ്റിലേക്കുള്ള സാധനമല്ല, അത് എവിടെയും വെക്കാറ്. അവർ ഞാൻ പുറത്തിറങ്ങി പയ്യന്നൂരേക്ക് ഇറങ്ങുമ്പോഴേക്ക് ഇത് പയ്യന്നൂർ ടൗണിൽ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളാൻ തുടങ്ങി. എന്നെ കണ്ടു എൻ്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ നേതാക്കന്മാർ, CPM നേതാക്കന്മാരൊക്കെ നടന്നു വരുമ്പോൾ, രാജ എന്ത് പണിയാണ് നീ എടുത്തത്? ഞാൻ പറഞ്ഞത് അവർ പറഞ്ഞിട്ട് ഈടെ ചെയ്യാനും അല്ല പറഞ്ഞു, നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് ഇപ്പം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു. ഇപ്പം ഞാൻ ഒരു അനൗൺസ്മെൻറ്റ് ഇനിയിപ്പോൾ ഞാൻ പക്ഷേ പാർട്ടീൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പിന്നെ ചുമതലകളോ ഒന്നും ഏൽക്കില്ല. എന്തുകൊണ്ട് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് ഇടതുപക്ഷത്തിന് പിന്നെ അനുകൂലമായി പ്രസംഗിക്കുമ്പോഴായിരിക്കും
BJP അനൗൺസ്മെൻറ്റിൽ ഇങ്ങനെ വരല് ഇടതുപക്ഷത്തിന്. അപ്പോൾ അതൊരു മോശമല്ലേ? അതുകൊണ്ട് ഞാൻ ഇല്ല എവിടെ. മറ്റൊരു ചോദ്യം ചോദിച്ചാൽ ഈ നയനാർ, കരുണാകരൻ, AK ആൻ്റണി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, EMS ഇതുപോലെയുള്ള നമ്മൾ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിമാരും കേരളത്തിൽ നമുക്ക് മുന്നേ പോയ മുഖ്യമന്ത്രിമാർ, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രമുഖ നേതാവിന് വേണ്ടിയിട്ട് ഇലക്ഷൻ പ്രചരണം അത് നയനാർക്ക് തന്നെ. നയനാർ മത്സരിച്ചാൽ പത്രത്തിൽ തന്നെ ഒരു പ്രാവശ്യം നയനാർ എവിടെ മത്സരിക്കുന്നു അവിടെ രാജനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ലൈവ് ചെയ്യും, വണ്ടിയിൽ തന്നെ ഇരുന്ന് ചെയ്യും. ഇത് ഇപ്പോൾ പിന്നെ ഈ റെക്കോർഡിങ് തുടങ്ങിയിട്ട് അത്രയല്ലേ ആയുള്ളൂ. അതിനു മുമ്പ് 16 ദിവസം ബാലാനന്ദൻ കാസർഗോഡ് പാർലമെൻറ്റിൽ മത്സരിച്ച സമയത്ത് 21 ദിവസം ഞാൻ വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു, ജീപ്പിൽ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യും. പക്ഷേ എനിക്കെന്താണെന്ന് പറയാൻ ഒരാശങ്ക, ഈ നമ്മൾ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും ഉള്ള ചെറിയൊരു തിരിച്ചറിവ് നമുക്കെപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ തിരിച്ചറിവിലൂടെ ഞാൻ അന്ന് സത്യം വെറുതെ ഒരു പാഴ്വാക്ക് പറയുന്നത്, ഞാൻ അന്ന് എൻ്റെ പിന്നെ സുഹൃത്തുക്കളോട് എൻ്റെ കൂടെയുള്ളവരോട് ബാലാനന്ദൻ രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. കാരണം ഈ ഉത്തര കേരളത്തിൻ്റെ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. ഒരിക്കലും ഈ അഹങ്കാരങ്ങളോ ഈ ജാടകളോ ഒന്നും അംഗീകരിച്ചു കൊടുക്കില്ല അത്. അപ്പോൾ അന്ന് പക്ഷെ അയാൾ നിരപരാധിയാണ്, അയാളുടെ ശൈലി അതാണ്. യവൻ ആരടാ രാജീവ് ഗാന്ധി എന്നുള്ള രൂപത്തിലാണ് പ്രസംഗിക്കുന്നത്. അവിടെ വന്നിട്ട് രാമറായി പ്രസംഗിക്കുന്നു, എനിക്ക് നിങ്ങൾ തരൂലെന്ന് അറിയാം, എന്നാലും എൻ്റെ കടമയല്ലേ ഒരു വോട്ട് ചോദിക്കുന്നു. അങ്ങനെ 16,000 ചില്ലറ വോട്ടിനല്ലേ പൊളിറ്റ് ബ്യൂറോ അംഗം ബാലാനന്ദൻ തോറ്റത്. നമ്മൾ എടുക്കുന്ന നിലപാടുകൾ, നമ്മുടെ സമീപനം, ഇതൊക്കെ ജനങ്ങൾ വാച്ച് ചെയ്യും. ഇവർ പിന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, ഇപ്പോഴത്തെ നേതാക്കന്മാർ, എനിക്ക് ഉള്ളിൽ തട്ടി പറയാം, നേതാക്കന്മാർ പഠിക്കേണ്ടതാണത്. കാരണം മനുഷ്യനെ അവഗണിച്ച് പിന്നെ ഞാനാണ് ഈ എല്ലാം കണ്ടുപിടിച്ചത് എന്നുള്ള ധാരണയിൽ ധാർഷ്ട്യത്തോടെ നടക്കുന്ന ഒരു നേതൃത്വത്തെ അംഗീകരിക്കാൻ ഇനിയുള്ള തലമുറ തയ്യാറാവില്ല. ഞാനത് ഈ അഭിമുഖം ഇതാക്കി ഹേതുവാക്കിയിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നു. ഒരിക്കലും നടക്കില്ല കേരളത്തിൽ ഇനി അത്. ഞങ്ങളാണ് കോൺഗ്രസ് കണ്ടുപിടിച്ചത്, ഞങ്ങളാണ് കമ്മ്യൂണിസം കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞിട്ട് ഞെളിഞ്ഞ് നടക്കുന്ന നേതാക്കന്മാർ അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ, ജനങ്ങളിൽ ഒരാളാവട്ടെ. അവരുടെ സവിശേഷത എന്താ? അവർ സാധാരണ എന്നെ പോലൊരു പിന്നെ പ്രവർത്തകരല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും അനുയോജ്യമായ വാക്കുകളാണ്. അല്ല, പറയാതിരിക്കാൻ പറ്റില്ല. ആ ധാർമ്മിക രോഷമുണ്ട്. ഈ ധാർമ്മിക രോഷമുള്ള ഒരുപാട് ജനങ്ങൾ, കാരണം അവർക്കൊരു പഴുത് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഒരുപാട് നല്ല സഖാക്കന്മാർ, ഒരുപാട് നല്ല കോൺഗ്രസ്സുകാരും, അതായത് സാധാരണക്കാരെന്നല്ല, പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് ഉണ്ട്. ആ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന വലിയൊരു ജനവിഭാഗം പ്രതികരിക്കാതെ ഇങ്ങനെ സഹിച്ച് പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ് ഈ നേതാക്കന്മാർക്ക് ഇന്ന് ആളാവാൻ കഴിയുന്നത് എന്നുള്ള ബോധമെങ്കിലും അവർക്ക് ഉണ്ടാവണം. ഞാനിത് പലപ്പോഴും ആലോചിച്ചിട്ടുള്ള കാര്യം, ഇലക്ഷൻ വരുമ്പോൾ നമ്മളിലേക്കൊക്കെ ഇറങ്ങി വന്ന് താണുവണങ്ങി വോട്ട് ചോദിച്ചിട്ട് പോകുന്ന ഇവര് ജയിച്ച് ഒരു MLA-യുടെയോ മന്ത്രിയുടെയോ ബോർഡ് വെച്ച വണ്ടിയിൽ കയറിയത് ഇവരുടെ രീതികൾ മാറിയില്ലേ? അപ്പോഴും മാറിയില്ലേ? ഇവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ പ്രശ്നം, നമ്മൾ വോട്ടിട്ടിട്ടല്ലേ ഇവർ ജയിച്ചത് ചിന്തയില്ലാത്ത ചുരുക്കം ചില ആളുകൾ മാത്രമാണല്ലാതെ. അല്ല, ഇത് പിന്നെ മുമ്പ് AKG ഒക്കെ പിന്നെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ AKG ഒന്ന് ചൂണ്ടിയാൽ അവിടെ ഇരുന്ന് പോകും. കാരണം ഈ ചൂണ്ട് വരുന്ന ആധികാരികതയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതവും നമുക്ക് വേണ്ടിയിട്ടാണെന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് പിന്നെ കൊടിവെച്ച കാറിൽ ഇങ്ങനെ പറന്നു പോയിട്ട് AC വിട്ട് വന്ന് പിന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നവന് ഓനാടന്ന് ഇരിക്കട പറഞ്ഞാൽ പോയി പണി നോക്കി പറഞ്ഞു പോവും ജനം. അതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ അങ്ങയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മേഖലകൾ, തെയ്യം, രാഷ്ട്രീയം, ഇത് രണ്ടുമാണ് പറഞ്ഞു പോയത്. ഇനി കുടുംബത്തെ കൂടി ഒന്ന് പരിചയപ്പെടുത്തിയാൽ. കുടുംബം, എൻ്റെ പിന്നെ അച്ഛനും അമ്മയും ഇപ്പോൾ ഇല്ല. അച്ഛൻ 87 മരിച്ചുപോയി. അമ്മ കഴിഞ്ഞ വർഷം മെയ്യിലാണ് മരിച്ചത്. ഞങ്ങൾ 3 മക്കളാണ്. ഞാൻ, എൻ്റെ 2 ഇളയ സഹോദരിമാർ സതിയും ലതയും. ഞാൻ കല്യാണം കഴിച്ചത് ചാളക്കട വന്നു മടിക്കൈ. കരിവള്ളൂരിൻ്റെ വിപ്ലവ ഭൂമിയിൽ ജനിച്ച ഞാൻ മറ്റൊരു വിപ്ലവ ഭൂമിയിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. അതിൽ 2 മക്കളാണ്. ചാളക്കടവിലെ ബീഡി കമ്പനിയിൽ ദിനേശ് ബീഡി തൊഴിലാളിയായ ശാന്തയാണ് ഭാര്യ. അതിൽ 2 മക്കളാണ്. ഒന്ന് രശാന്ത് രാജ് മൂത്തത്, ശരത് രാജ് രണ്ടാമത്. രശാന്ത് രാജ് ഇപ്പോഴും എൻ്റെ കൂടെ സ്റ്റുഡിയോയിൽ അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പം നല്ലൊരു അനൗൺസറായി മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിന് 8ഓളം പിന്നെ സ്ഥാനങ്ങൾ ചെയ്തിട്ട് മാതൃഭൂമി പത്രത്തിൽ വാർത്തയൊക്കെ വന്നത്. മറ്റേ രണ്ടാമത്തെ അവൻ വളരെ ചെറുപ്പത്തിൽ ഓനക്ക് രാഷ്ട്ര സേവനം ചെയ്യണമെന്നുള്ള ദൃഢനിശ്ചയക്കാരനാണ്. ആ വാശിയിൽ ഓൻ ഒറ്റയ്ക്ക് തന്നെ പരിശ്രമിച്ച് ഓൻ്റെ പരിശ്രമത്തിൻ്റെ +2 പരീക്ഷ വരെ എഴുതാണ്ടാണ് 14 വർഷമായി. 2010 മാർച്ച് 10 പോയതാണ്. ഇപ്പോൾ 14 വർഷമായിട്ട് അവൻ
ഇപ്പോൾ സിക്കിമിലുണ്ട്. അങ്ങനെയാണ് എൻ്റെ കുടുംബം. തീർച്ചയായും എനിക്ക് പിന്നെ എൻ്റെ കുടുംബത്തിലെ എൻ്റെ മക്കളുടെ ഒരു സപ്പോർട്ട്, അനൗൺസ്മെൻറ്റ് രംഗത്ത് അവർ ആ ഒരു അഭിമാന ബോധത്തോടെ തന്നെ അത് നെഞ്ചേറ്റുന്നുണ്ട്. അതിന് നല്ല സപ്പോർട്ട് അവരിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഏതൊരു ആളുടെയും ഊർജ്ജമായി മാറേണ്ടത് വീടുകളിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്. വീടിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പറ്റില്ലല്ലോ. അതായത് ബീഡി കമ്പനി തൊഴിലാളികളിൽ നിന്ന് മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ അറിയപ്പെടുന്ന ഒരു വലിയ ശബ്ദ കലാകാരനായി മാറിയ ഒരു ജീവിതം. തീർച്ചയായും അതൊരു സന്തോഷകരമായ അനുഭവമാണ്. കാരണം എവിടെ പോയാലും നമ്മളൊരു ഐഡൻറ്റിറ്റി വലിയ പ്രാധാന്യമുണ്ട്. നമ്മളൊരു സ്ഥലത്ത് പോയാൽ കരുവള്ളൂർ നിങ്ങളാണല്ലേ ആ പേരിന് എൻ്റെ ശബ്ദം. അതുപോലെ എനിക്ക് മുമ്പേ എൻ്റെ ശബ്ദം കടൽ കടന്നു. ഇപ്പോൾ 17 രാഷ്ട്രങ്ങളിൽ എൻ്റെ ശബ്ദം എത്തിയിട്ടുണ്ട്. ഞാൻ ഒറ്റ വിദേശ രാഷ്ട്രത്തിൽ പോയിട്ട് ബഹ്റൈനിൽ മാത്രം. പക്ഷെ മറ്റ് 16 രാജ്യങ്ങളിൽ ഞാൻ എത്തണത്രേ. പല സ്ഥലത്ത് തന്നെ വിളിക്കലുണ്ട്, വിസിറ്റിന് പോവാ നമുക്കൊന്ന്. ഇപ്പോൾ ഈ കഴിഞ്ഞ പെരുങ്കളിയാട്ട സമയത്ത് അവിടെ നിന്ന് തന്നെ വിളിച്ചു, UAE എന്തായാലും വരണം, ഞങ്ങളെല്ലാ സംവിധാനമാക്കുന്നുണ്ട്, നമ്മൾ വരാം. അപ്പോൾ ശബ്ദം അതിന് മുമ്പേ പോയി. അപ്പോൾ ശബ്ദം കൊണ്ട് ആ ശബ്ദമാണ് എന്നെ ഇങ്ങനെയൊരു അറിയപ്പെടുന്ന സ്ഥലത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ശബ്ദത്തിനൊപ്പം ആ പേരിനും ഒരു തലപ്പൊക്കമുണ്ട്. സ്ഥലപ്പേരിൻ്റെ തലപ്പൊക്കം തന്നെ പേരിനൊപ്പം ചേർത്ത് വെക്കുമ്പോൾ കിട്ടും. എന്തായാലും ശബ്ദം ഇനിയും മുഴങ്ങട്ടെ എല്ലായിടവും. നന്ദി. നമസ്കാരം.